ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് സാത്താൻ്റെ തന്ത്രം എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തുടങ്ങി അവൻ്റെ മരണം വരെയും പിശാച് അവൻ്റെ പിന്നാലെ നടക്കും. ഇതാ കുഞ്ഞിനറിയില്ല. ആ കുഞ്ഞ് വളർന്ന് വലുതായി ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങും. അപ്പോഴും അറിയില്ല. സാത്താൻ ആ മനുഷ്യൻ്റെ പിന്നാലെ നടക്കണ കാര്യം ആ മനുഷ്യനക്ക് അറിയില്ല. സാത്താൻ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. അവനക്ക് വെള്ളം വേണ്ട, ആഹാരം വേണ്ട, എങ്ങനെയെങ്കിലും ആ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ട് അവൻ്റെ വലിയ പരിശ്രമം, അവൻ്റെ പൂർണ്ണ ശക്തി എടുത്ത് ആ മനുഷ്യൻ മരണം വരെയും പിന്നാലെ നടക്കും. മനുഷ്യനോ അത് ചിന്തിക്കുന്നില്ല. മനുഷ്യനക്ക് കാശ് വേണം, പണം വേണം, വീട് വേണം, കാറ് വേണം, ബംഗ്ലാവ് വേണം, രാപ്പകൽ അധ്വാനിക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം പറഞ്ഞിട്ട് ഈ ലോകത്തിലെ ആഞ്ഞു ഓടുകയാണ് മനുഷ്യൻ. സാത്താൻ പിന്നാലെ നടക്കണ കാര്യം ആ മനുഷ്യനെ അറിയുന്നില്ല. അവൻ ആദ്യം നമ്മുടെ ബുദ്ധി മണ്ഡലങ്ങളിൽ അവൻ തളർത്താൻ നോക്കും, ഹൃദയത്തെ ഭയപ്പെടുത്തും, ദൈവത്തെ വിട്ട് അകറ്റിക്കൊണ്ടുപോകും. നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വേണം, ആഹാരം വേണം, വസ്തു വേണം, എല്ലാം വേണം. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിഞ്ഞ് സ്വർഗത്തിൽ ദൈവവും നമ്മളെ സഹായിക്കും. ഇങ്ങനെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ പ്രാർത്ഥിക്കണം, വേദങ്ങൾ നന്നായി പഠിക്കണം, വേദങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കണം. ഈ വേദം, ഈ സത്യവേദം നമ്മുടെ കയ്യിലില്ലാണ്ട് ഈ ഭൂമിയിൽ നല്ലവരായിട്ട് നമുക്ക് പാപം ചെയ്യാണ്ട് ജീവിക്കാൻ കഴിയില്ല. ഈ വേദം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. രാപ്പകൽ വായിച്ച് നമ്മൾ ധ്യാനിക്കണം. വേദമില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പാപത്തിൽ പിശാച് കൊണ്ടുപോയി തള്ളിവിടും. രാവിലെ ഉറങ്ങി എണിച്ചതും വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പാപത്തിൽ തള്ളിവിടും. ഈ വേദം കയ്യിൽ എന്നും വേണം. ഇത് നമ്മുടെ സർവായുധമാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ സർവായുധമായി ധരിച്ച് പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. അപ്പം ഈ വേദം നമ്മുടെ സർവായുധമാണ് ദൈവമക്കളെ. ഇത് നമുക്ക് വേണം. ഇതില്ലാണ്ട് നമ്മൾക്ക് ജീവിക്കാൻ കഴിയില്ല, നല്ലവരായിട്ട് ജീവിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ വേദം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ പാപം ചെയ്തു പോകും. അതുകൊണ്ട് എന്നും ദൈവവചനം വായിച്ചും പ്രാർത്ഥിച്ചും ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മുന്നോട്ട് നമ്മളെ കർത്താവ് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.